ഹലോ മൈ ഡിയർ ടിൻ ഫ്ലെയിംസ്. സെപ്പറേഷൻ സ്റ്റേജിൽ DMുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത അവസരത്തിൽ, അതല്ലെങ്കിൽ വളരെ ചുരുക്കമായ രീതിയിൽ കോണ്ടാക്ട്സ് ഉള്ള അവസരത്തിൽ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ ഒരു അവേക്കനിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് വീഡിയോ. ഫിസിക്കലി നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിലും എനർജി ലെവലിൽ ഒരു ഡിവൈൻ ഫെമിനിയൻ അനുഭവിക്കുന്ന 10 പ്രധാന സയൻസിനെ കുറിച്ച്, അതായത് ഡിവൈൻ മാസ്കുലിൻ്റെ അവേക്കനിങ് സമയത്ത് ഒരു DFന് കിട്ടുന്ന കുറച്ച് സയൻസിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോയുടെ അവസാനം നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ, അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സമയത്തുണ്ടാകുന്ന ഹാർട്ട് ചക്രയിലെ ചെറിയ തോതിലുള്ള പെയിനൊക്കെ റിലീഫ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. DMൻ്റെ സോളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് അവരുടെ എനർജി സെൻസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക മെഡിറ്റേഷനാണ് വീഡിയോയുടെ അവസാനം ഞാൻ നൽകിയിരിക്കുന്നത്. സോ നമുക്ക് DMൻ്റെ അവേക്കനിങ് സയൻസിലേക്ക് കടക്കാം. സെപ്പറേഷൻ ഫേസിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ കൂടി ഒരു DFൻ്റെ എനർജി ബോഡി ഒരു ആൻറ്റിന പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഫിസിക്കലി നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ലെങ്കിലും DMൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഡിവൈൻ ഫെമിനിൻ്റെ ബോഡിയിലും മനസ്സിലും, അതായത് എനർജറ്റിക് ലെവലിലും ഇനി ഞാൻ പറയുന്ന ഒരു 10 സയൻസിലൂടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണുമെന്നുള്ളതാണ്. അതിലാദ്യമായിട്ടുള്ളതാണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഫീല്. അതുവരെ നിങ്ങൾ അവരെ ഓർത്ത് കരയുകയും ഒരു മെസ്സേജിനായിട്ട് കാത്തിരിക്കുകയും സോഷ്യൽ മീഡിയയിലൊക്കെ ചേസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് അവരോടുള്ള ഒബ്സഷൻ മാറിപ്പോകുന്നു, ഒബ്സഷൻ നിൽക്കുന്നു, ചേസിങ് എനർജി നിൽക്കുന്നു. അവരെ വിളിക്കണമെന്നോ മെസ്സേജ് അയക്കണമെന്നോ ഒക്കെ ഉള്ളൊരു വാശിയോ ആഗ്രഹമോ ഒക്കെ അവസാനിക്കുന്നു. അപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ വിചാരിക്കും, ചേടാ എനിക്കിതെന്ത് പറ്റി, ഇന്നലെ വരെ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, അടിപൊളി എന്നൊക്കെ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നോക്കാം. DM തൻ്റെ ഉള്ളിലേക്ക് നോക്കി തുടങ്ങുമ്പോൾ, അതായത് സ്വന്തം എനർജിയിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് ആയിട്ട് പിൻവലിച്ച് കഴിയുമ്പോൾ DMന് എന്തായാലും അവരുടെ റൂട്ട് ചക്രയിൽ നിന്നേ പറ്റൂ എന്നുള്ളതാണ്. സോ അങ്ങനെ DMൻ്റെ അവേക്കനിങ് സ്റ്റാർട്ടാകുമ്പോൾ നിങ്ങളെ വലിച്ചിരുന്ന അവരുടെ ആ ഒരു എനർജി കോഡ് ശാന്തമാകുന്നു, ആ പുള്ളിങ് അവിടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അടുത്തതായിട്ട് പറയാം ഹൃദയചക്രത്തിലെ സ്പന്ദനം, ഹാർട്ട് ചക്ര ആക്ടിവേഷൻ എന്നൊക്കെ പറയാം. പെട്ടെന്ന് ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഒരുതരം ഭാരമോ കുത്തലോ അല്ലെങ്കിൽ വല്ലാത്തൊരു വികാസമോ ഒക്കെ അനുഭവപ്പെടുക. അപ്പോൾ ഇത് മെഡിക്കൽ പ്രശ്നമൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത്. വല്ലാത്ത വേദനയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ പോയി കാണുക. ചെക്കപ്പൊക്കെ നടത്തി നോക്കിയിട്ടും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചെറിയ തരത്തിലുള്ള ഭാരം അല്ലെങ്കിൽ കുത്തലൊക്കെ ഇത് ഡാറ്റ ട്രാൻസ്ഫർ ആണ് എന്നുള്ളത്. ഇപ്പം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. DM തൻ്റെ ഇമോഷൻസിനെ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ ആ ഒരു പെയിൻ 5Dയിൽ നിങ്ങൾ സെൻസ് ചെയ്യും. അതുകൊണ്ടാണ് DMൻ്റെ പെയിൻ ആണ് നിങ്ങൾ സെൻസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് പറയാവുന്നതാണ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കരച്ചിലോ ഇമോഷൻസോ ഒക്കെ വരിക എന്നുള്ളത്. മിററിങ് ഇമോഷൻസ് ആയിട്ട് വരുന്നവ നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെയധികം സന്തോഷിച്ചിരിക്കുന്ന ഹീലായിട്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് വലിയ തോതിൽ സങ്കടം വരികയും കരച്ചിൽ വരികയും ഒക്കെ ചെയ്യുന്നു. ഇത് നിങ്ങളുടെ സങ്കടമല്ല, മറിച്ച് DM അനുഭവിക്കുന്ന പെർജിങ് അല്ലെങ്കിൽ ഒരു കുറ്റബോധമൊക്കെ നിങ്ങൾ ഏറ്റുവാങ്ങുന്നതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് വന്നിട്ട് ഉദരഭാഗത്തുള്ള ഒരു അസ്വസ്ഥത, സോളാർ പ്ലെക്സസ് ടെൻഷൻ എന്നൊക്കെ പറയാം. വയറിൻ്റെ ഭാഗത്ത് നാഭിക്ക് മുകളിലായിട്ട് ഒരുതരം ഒരു ആങ്സൈറ്റിയോ വിറയലോ ഒരു പ്രത്യേക ഒരു ഫീല് അനുഭവപ്പെടുന്നു. DMന് തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് പേടി തോന്നുമ്പോൾ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരു കാർമികമായിട്ടുള്ള വ്യക്തിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അവർക്കുണ്ടാകുന്ന ആങ്സൈറ്റി നിങ്ങൾക്കും അനുഭവപ്പെടുന്നതാണിത്. നെക്സ്റ്റ് ടെലിപ്പതിക്ക് മെസ്സേജുകളെ കുറിച്ച് നമുക്ക് പറയാം. ഉറക്കത്തിലല്ലാതെയൊക്കെ അവരുടെ ഒരു ശബ്ദത്തിൽ നിങ്ങളുടെ പേര് വിളിക്കുന്നതായോ അവർ നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നതായോ ഒക്കെ തോന്നും. ഇത് വെറും ഒരു തോന്നലല്ല, അവരുടെ സോള് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എനിക്കുണ്ടായ ഇത്തരത്തിലുള്ള ഒരു ഡ്രീംസിലൂടെയുള്ള ഒരു മെസ്സേജ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് ഇതിൻ്റെ സയൻസ് എന്നൊക്കെ. നിങ്ങൾ അവെയർ ആയിരിക്കുക. നിങ്ങൾക്ക് യൂണിവേഴ്സും ഡ്രീംസിലൂടെയും ഒക്കെ പല രീതിയിലും
പല മെസ്സേജസുകളും ഒക്കെ കൈമാറി നൽകുന്നതായിരിക്കും. ഒരിക്കലും എൻ്റെ സെപ്പറേഷൻ സ്റ്റേജിൽ പ്രത്യേകിച്ച് കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ എനിക്കൊരിക്കൽ ഹായ് എന്നുള്ളൊരു മെസ്സേജ് വന്നു DM-ൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ ഒരു കൺഫ്യൂഷനിലായി. ഇതിനിപ്പോൾ റിപ്ലൈ ചെയ്യണോ, വീണ്ടും ഞാൻ ചേസിങ് എനർജിയിലേക്ക് പോകുമോ, ഈ ലൂപ്പ് ആവർത്തിക്കപ്പെടുമോ, പാറ്റേൺ റിപ്പീറ്റ് ആകുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലം റിപ്ലൈ ഒന്നും കൊടുത്തില്ല. എന്നിട്ട് ഞാൻ നന്നായിട്ട് യൂണിവേഴ്സിനോട് ചോദിച്ചു, ദൈവത്തോട് ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, വീണ്ടും കോണ്ടാക്ട്സ് ഉണ്ടാക്കണമോ എന്നൊക്കെ ഉള്ളത്. അപ്പം അന്ന് രാത്രി ഞാനൊരു സ്വപ്നത്തിൽ കണ്ടത് ഇങ്ങനെയാണ്. DM എൻ്റെ അടുത്ത് വരികയാണ്. അവിടെ ഫുള്ള് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഫുള്ള് വെള്ളപ്പൊക്കം വന്നിട്ട് വീടും സ്ഥലവും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുന്നു. ചുറ്റും നിൽക്കുന്നതൊക്കെ നഷ്ടമാകുന്നു. ആരുമില്ലാതെ DM ഒറ്റപ്പെടുന്നു. അപ്പം അവിടെ നിന്ന് ഓടിപ്പോരുകയാണ്. അവസാനമായിട്ട് ഒരു നോക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോരുകയാണ്. അപ്പോൾ അങ്ങനെ വളരെയധികം റിസ്ക് എടുത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ നോക്കിയിട്ട് ചിരിച്ചു. ഞാൻ അവസാനമായിട്ടൊന്ന് കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചു. അപ്പം ശരി എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. വളരെയധികം സങ്കടത്തോടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോയി. സോ എനിക്ക് മനസ്സിലായി എല്ലാം തകർന്നടിയുന്നുണ്ട്, എന്നാൽ കൂടി തൽക്കാലം എൻ്റെ അടുത്തുനിന്ന് ഒരു എനർജി സക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. അവേക്കനിങ് ശരിയായ രീതിയിൽ നടന്നിട്ടില്ലാത്തൊരവസരമാണത്. വീണ്ടും കോണ്ടാക്ട് ചെയ്യരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് എനിക്ക് കിട്ടിയതുപോലെ, തിരിച്ചു പോകും എന്നുള്ള ഒരു സൈൻ എനിക്ക് കിട്ടിയ പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ ഹായ്ക്ക് ഒരു റിപ്ലൈയും ഇട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഡ്രീംസിലൂടെയോ യൂണിവേഴ്സിൻ്റെ സയൻസിലൂടെയോ ഒക്കെ അവേക്കനിങ്ങിൻ്റെ സിംറ്റംസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞത് എന്താണ്, അവേക്കനിങ്ങിൻ്റെ ഒരു സൈനായിട്ടുള്ള ഡ്രീംസ് അല്ല. ഞാൻ എന്ത് ചോദിച്ചാലും നമ്മളെ കുറച്ച് ഇങ്ങനെ ഉയർന്നു വന്നാൽ, ഇൻഡ്യൂഷൻ ക്ലിയർ ആയാൽ, മൈൻഡൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് യൂണിവേഴ്സ് എന്ത് ചോദ്യം ചോദിച്ചാലും പല മെസ്സേജസിലൂടെയും അതിനുള്ള റിപ്ലൈ തരുമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ അവെയർ ആയിരിക്കുക. ഇനിയൊന്നുള്ളത് ശരീരത്തിൻ്റെ സ്മെല്ലാണ്. DM-ൻ്റെ ശരീരത്തിൻ്റെ ഒരു സ്മെല്ല് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടാകും. അപ്പം അവരടുത്തില്ലാത്തപ്പോഴും അവരുടെ ഒരു പെർഫ്യൂമിൻ്റെയോ അവരുടെ ബോഡിയുടെയൊക്കെ സ്മെല്ല് നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് അവേക്കനിങ്ങിൻ്റെ ഒരു സൈനായിട്ട് പറയാവുന്നത്. നിങ്ങളുടെ ഒരു സെൻസ് ഓർഗൻസ് അവരുമായിട്ട് എനർജി ലെവലിൽ ലയിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ്. ആക്ച്വലി നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും ഒന്നും എന്തല്ല, കണ്ണ്, മൂക്ക് അല്ലെങ്കിൽ ചെവി സാധിച്ചു തരുന്ന ഒന്നല്ല. അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ണുകൾ റിഫ്ലക്ഷനാണ് ചെയ്യുന്നത്. ആ അനുഭവം നമുക്ക് തരുന്നത് ബ്രെയിനാണ്. അപ്പോൾ കേൾക്കുന്നതായാലും സ്മെല്ലായാലും ഒക്കെ ആ അനുഭവം സാധിച്ചു തരുന്നത് ബ്രെയിനിലൂടെയാണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്മെല്ലൊക്കെ ബ്രെയിൻ വഴി സെൻസ് ചെയ്യാൻ കഴിയുന്നത്. അടുത്തതായിട്ട് പറയാം, ലൈംഗിക ഊർജത്തിലെ മാറ്റം, സാക്രൽ ചക്ര പുൾ എന്നൊക്കെ പറയാം. മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് പറഞ്ഞ പോലെ പെട്ടെന്ന് വല്ലാത്ത ഒരു സെക്ഷൽ എനർജി ഫീല് അനുഭവപ്പെടുക. ഒരു പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോരുന്ന ഒരവസ്ഥയായിരിക്കും. ആ സമയത്ത് ഇത് ഒരു കാമമല്ല, മറിച്ച് DM-ന് നിങ്ങളെ കാണാനായിട്ട് അവരുടെ ആത്മാവ് കൊണ്ടോ ഒക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ ഒരു എനർജി സെൻസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ കുണ്ടലിനി എനർജി ഒരേ ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ സംഭവിക്കുന്നതാണിത്. അപ്പോൾ ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പരിഹാര മാർഗങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൂടെ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇന്നർ വർക്ക് ഗൈഡൻസുകൾ ആവശ്യമാണെങ്കിൽ, ഓരോ സാഹചര്യത്തിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് എക്സ്റ്റേണൽ സപ്പോർട്ട് ആവശ്യമാണ്, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്നർ വർക്ക് ചെയ്യണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു വർക്ക്ഷോപ്പ് ആരംഭിച്ചിട്ടുണ്ട്. 21 days ഇന്നർ വർക്ക് മാസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട്. കൂടുതൽ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് ചാനലിൻ്റെ പോസ്റ്റിൽ സെർച്ച് ചെയ്താൽ മതി. അടുത്തതായിട്ട് ഉറക്കത്തിലെ മാറ്റങ്ങളാണ് വിവിഡ് ആസ്ട്രൽ മീറ്റിംഗ്സ് എന്ന് പറയാം. രാത്രി 2 മണിക്കും 4 മണിക്കൊക്കെ ഇടയിൽ പെട്ടെന്ന് ഉറക്കം ഉണരുക, അതല്ലെങ്കിൽ അവർ സ്വപ്നത്തിൽ വന്നിട്ട് അവർക്കൊരു മാറ്റം വന്നതായും നിങ്ങൾ സ്നേഹിക്കുന്നതായിട്ടൊക്കെ വ്യക്തമായിട്ട് സംസാരിക്കുക. ഉണർന്നു കഴിഞ്ഞാലും അവർ കൂടെയുള്ളത് പോലെ അനുഭവപ്പെടുക തുടങ്ങിയവയൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞ ഡ്രീമും തമ്മിൽ വ്യത്യാസമുണ്ട്, നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു അവസരത്തിൽ ഞാൻ കണ്ട മറ്റൊരു ഡ്രീം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇന്നർ വർക്ക്സ് ഒക്കെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ഒരു വൈകുന്നേരം വളരെയധികം വിഷമിച്ച് ഓടിക്കതച്ച് എൻ്റെ അടുത്ത് വരുന്നു. എൻ്റെ കൂടെ അന്ന് ഫുൾ ഡേ നിൽക്കുന്നു, രാത്രിയിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീച്ച് നോക്കിയപ്പോൾ ശരിക്കും DM എൻ്റെ കൂടെ ഉള്ളതുപോലെ അത്രയും വലിയൊരു രീതിയിൽ സോൾ പ്രസൻസ് എനിക്ക് ഒരുപാട് സമയം അനുഭവപ്പെട്ടു. ഞാൻ കരുതി സത്യത്തിൽ ഈ സോള്, DMൻ്റെ സോള് എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ, അസ്ട്രൽ ട്രാവൽ ചെയ്ത് വന്നോ
എന്നുള്ള രീതിയിൽ വരെ ഞാൻ ചിന്തിച്ചു പോയി എന്നുള്ളതാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സോൾ പ്രസൻസ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. അപ്പം ഈ ഒരു ഡ്രീം നിങ്ങൾ തന്നെ ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ, എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത്. വീട് എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സായിട്ട്, നമ്മളൊരു ഇന്നർ സെൽഫായിട്ട് നിങ്ങൾ ചിത്രീകരിച്ച് ഈ ഡ്രീമും എന്താണ് യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയ ഒരു ആൻസർ എന്നുള്ളത് നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് സൈനായിട്ട് പറയാം സിങ്ക്രോണിസിറ്റികളുടെ പെരുമഴ. അവരുടെ പേര് പലയിടത്തും കാണുക, അവരുടെ വണ്ടിയുടെ നമ്പർ, അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ റേഡിയോയിലോ മാളിലോ പ്ലേ ചെയ്യുക തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് സയൻസ് കിട്ടും. അപ്പോൾ ഇതൊക്കെ പ്രപഞ്ചം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ഹീസ് കമ്മിങ് ബാക്ക് ടു അലൈൻമെന്റ് എന്നത്. ഇനിയൊന്ന് പറയാനുള്ളത്, ശരീരത്തിന്റെ ഇടതുവശത്തെ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡ് സെൻസേഷൻസ്. നമ്മുടെ ശരീരത്തിന്റെ ഇടതുവശം ഫെമിനിൻ ആണ്. ഇടത് കൈയിലോ തോളിലോ ചെവിയിലോ പെട്ടെന്ന് ഒരു തരിപ്പോ ചൂടോ അനുഭവപ്പെടുന്നത് നിങ്ങളുടെ എനർജി ബോഡിയിലേക്ക് DMന്റെ ഒരു എനർജീസ് വന്നു ചേരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അപ്പോൾ ഞാനിപ്പോൾ 10 സയൻസ് നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ലക്ഷണങ്ങളാണ്, സയൻസ് ആണ് കിട്ടുന്നത്? DMനെ ഡ്രീമിൽ കാണാറുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ പ്രപഞ്ചം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ എന്നൊക്കെയുള്ളത് കമന്റ് ചെയ്യുക. സോ ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കൊരു ഗൈഡഡ് മെഡിറ്റേഷനിലേക്ക് കടക്കാം. അപ്പോൾ DMന്റെ സോളുമായിട്ട് കണക്ട് ചെയ്ത് എനർജി ഫീൽ ചെയ്യാനായിട്ട്, DM ഇപ്പോൾ അനുഭവിക്കുന്ന എനർജി സെൻസ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഹൃദയചക്രയിൽ ഉണ്ടാകുന്ന ഭാരം ലഘൂകരിക്കാനായിട്ടും ഈ ഒരു മെഡിറ്റേഷൻ നല്ലതാണ്. നിങ്ങളുടെ ഫോൺ മാറ്റിവെച്ച് വളരെ ശാന്തമായ ഒരിടത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. സാവധാനം കണ്ണുകൾ അടയ്ക്കാം. ദീർഘമായൊരു ശ്വാസം എടുക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. ദീർഘമായൊരു ശ്വാസം എടുക്കുക, പതുക്കെ പുറത്ത് വിടുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ടെൻഷനുകളും ഒഴുകിപ്പോകുന്നതായി സങ്കല്പിക്കുക. ശ്വാസം എടുക്കുമ്പോൾ ഡിവൈൻ്റെ ലൈറ്റ് നിങ്ങളുടെ ഉള്ളിനെ പ്യൂരിഫൈ ചെയ്യുന്നതായി സങ്കല്പിക്കുക. ദീർഘമായി ഒരു ശ്വാസം എടുക്കുക, പതുക്കെ പുറത്തു വിടുക. ഈ രീതിയിൽ 4-5 തവണ ശ്വാസം എടുക്കുക. ഹൃദയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിന്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. അവിടെ പച്ച നിറത്തിലുള്ള ഒരു പ്രകാശം വിടർന്നു വരുന്നത് സങ്കല്പിക്കുക. ഈ പ്രകാശം സ്നേഹത്തിൻ്റെതാണ്. നിങ്ങളുടെ ഹൃദയമിടിപ്പ് ശ്രദ്ധിക്കൂ. ഈ നിമിഷം നിങ്ങൾ ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഈ നിമിഷത്തിൽ മാത്രമാണ്. ശേഷം DMന്റെ എനർജി ഫീൽ ചെയ്യുക. ഫീൽ ചെയ്യാനായി ഞാൻ കുറച്ച് സെക്കൻഡുകൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ഗോൾഡൻ കോഡ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിൻ്റെ ഹൃദയത്തിലേക്ക് നീളുന്നു. ഭൗതികമായിട്ട് അവരെവിടെയാണെങ്കിലും ആത്മാവ് കൊണ്ട് അവർ നിങ്ങളോടൊപ്പം ഈ നിമിഷമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് തോന്നുന്നു നോക്കൂ. ഒരു ചെറിയ ചൂടോ സ്പന്ദനമോ അല്ലെങ്കിൽ വല്ലാത്തൊരു സമാധാനമോ അവിടെ അനുഭവപ്പെടുന്നുണ്ടോ? ആ എനർജിയെ തടയരുത്. ഞാൻ നിന്നെ കാണുന്നു, ഞാൻ നിന്നെ കേൾക്കുന്നു എന്ന് നിങ്ങളുടെ ഉള്ളിൽ അവരോട് പറയുക. അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സ്നേഹം ആ എനർജിയിലൂടെ സ്വീകരിക്കുക. അവരോടുള്ള എല്ലാ പരാതികളും ദേഷ്യവും ഈ പ്രകാശത്തിൽ അലിഞ്ഞു പോകട്ടെ. നിങ്ങളുടെ ഉള്ളിൽ പതുക്കെ പറയുക, ഞാൻ നിന്നെ മോചിപ്പിക്കുന്നു, ഞാൻ എന്നെയും മോചിപ്പിക്കുന്നു. നമ്മുടെ യൂണിയൻ പ്രപഞ്ചത്തിൻ്റെ കൈകളിലാണ്. ഞാൻ അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരം കുറയുന്നത് അനുഭവിച്ചറിയുക. ഒരു തൂവൽ പോലെ നിങ്ങളുടെ ഹൃദയം മൃദുവായിട്ട് മാറുന്നു. ഹൃദയത്തിലുണ്ടായിരുന്ന ഭാരം നേർത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ചെറിയ ഭാരം പോലും
അലിഞ്ഞലിഞ്ഞില്ലാതായി. ഹൃദയം വളരെയധികം ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പുഞ്ചിരിയോടെ ആ സ്നേഹം ശുദ്ധീകരിച്ച ആ എനർജി നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും പടരുന്നത് അനുഭവിക്കും. ഓരോ കോശങ്ങളിലേക്കും പടരുന്നത് അനുഭവിക്കൂ. അല്പനേരം ഈ ഒരു മ്യൂസിക്കിൻ്റെ കൂടെ നിങ്ങൾ വളരെയധികം ശുദ്ധമായ ആ ഒരു എനർജി അനുഭവിക്കൂ. സാവധാനം നിങ്ങളുടെ ബോധം ചുറ്റുപാടിലേക്ക് കൊണ്ടുവരിക. കൈകാലുകൾ പതുക്കെ ചലിപ്പിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ഈ സമാധാനം എന്നും കൂടെ ഉണ്ടാകും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. തയ്യാറാകുമ്പോൾ സാവധാനം കണ്ണുകൾ തുറക്കാം. ഈ ഒരു മെഡിറ്റേഷൻ അനുഭവം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയും കൂടുതലായി ഇത്തരത്തിലുള്ള പലതരം മെഡിറ്റേഷനുകളും ആവശ്യമാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. താങ്ക് യു.